അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1323, സൂറത്ത് തൗബ 120 മുതൽ 122 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ما كان لأهل المدينة മദീനക്കാർക്ക് പട്ടണവാസികൾക്ക് പറ്റിയതല്ല. വമൻ ഹൗലഹും മിനൽ അഅറാബി അവരുടെ ചുറ്റുഭാഗത്തുള്ള ഗ്രാമീണർക്കും പറ്റിയതല്ല. അയ്യതഖല്ലഫു അർ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ദൂതരെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പിന്തൽ. വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി നബി തങ്ങളുടെ ശരീരത്തെ വിട്ട് അവരുടെ ശരീരത്തിന്റെ മേലിൽ ആഗ്രഹം പ്രകടിപ്പിക്കലും അഥവാ അവരുടെ സേഫ്റ്റി നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കലും അവർക്ക് പറ്റിയതല്ല. ദാലിക ബിഅന്നഹും കാരണം അവർ ലാ യുസീബുഹും ലമഉൻ അവർക്ക് ദാഹം ബാധിക്കുകയില്ല, വലാ നസബുൻ പ്രയാസങ്ങളും ബാധിക്കുകയില്ല, വലാ മഖ്മസത്തുൻ വിശപ്പും ബാധിക്കുകയില്ല ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ, വലാ യതഊന മൗതിഅൻ യഗീദുൽ കുഫാർ സത്യനിഷേധികളെ ഭയപ്പെടുത്തും വിധത്തിൽ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കും വിധത്തിൽ അവർ പ്രദേശത്ത് ചവിട്ടുകയുമില്ല, വലാ യനാലൂന മിൻ അദുവിൻ നൈല ശത്രുവിന് എന്തെങ്കിലും അപകടങ്ങൾ അവർ വരുത്തിവെക്കുകയുമില്ല, ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സാലിഹ് അതിന്റെ പേരിലെല്ലാം അവർക്ക് സുകൃതം എഴുതപ്പെട്ടിട്ടല്ലാതെ. അപ്പോ അവർ ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നവനല്ല. വലാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ കബീറ അവർ ചെറുതോ വലുതോ ആയിട്ടുള്ള ധർമ്മങ്ങൾ ചെലവാക്കുകയുമില്ല. വലാ യഖ്തഊന വാദിയൻ ഒരു താഴ്വരയും അവർ മുറിച്ചു കടക്കുകയുമില്ല. ഇല്ലാ കുതിബ ലഹും അവർക്ക് എഴുതപ്പെട്ടിട്ടല്ലാതെ. ലിയജ്സിഹുമുല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകാൻ വേണ്ടി. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ സത്യവിശ്വാസികൾ കൂട്ടത്തോടെ യുദ്ധത്തിന് പുറപ്പെടൽ അവർക്ക് പറ്റുകയില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ അവരിൽ നിന്നുള്ള ഓരോ വിഭാഗവും അവരെന്തുകൊണ്ടാകുന്നില്ല ലിയതഫഖഹു ഫിദ്ദീൻ ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്നില്ല, മറ്റൊരു വിഭാഗം ആളുകൾ എന്തുകൊണ്ട് നിലകൊള്ളുന്നില്ല ലിയതഫഖഹു ഫിദ്ദീൻ അവരുടെ മതകാര്യങ്ങൾ പഠിക്കാൻ. വലിയുൻദിറു ഖൗമഹും അവരുടെ ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടിയും ഇദാ റജഉ ഇലൈഹിം യുദ്ധത്തിന് പോയവർ അവരിലേക്ക് മടങ്ങി വരുമ്പോൾ ലഅല്ലഹും യഹ്ദറൂൻ അവർ ജാഗ്രത പാലിക്കുന്നവരാവാൻ വേണ്ടി. അപ്പൊ ഒരു സംഘം ആളുകൾ യുദ്ധത്തിന് പോവുകയും മറ്റൊരു സംഘം ആളുകൾ നബിതങ്ങളുടെ അടുത്തുനിന്ന് മതം പഠിക്കുകയും ചെയ്യുന്ന
സമീപനം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് യുദ്ധത്തിന് പോയിക്കൂടാ എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ ഈ ആദ്യത്തെ 120-ാമത്തെ സൂക്തവും 122-ാം സൂക്തവും തമ്മിൽ എന്തോ ഒരു വൈരുദ്ധ്യമുള്ളതുപോലെ നമുക്ക് തോന്നാം. വാസ്തവത്തിൽ ഇവിടെ പറയുന്ന സംഗതി രണ്ട് ഘട്ടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് വിശദീകരിക്കാം. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ സഹാബത്തും യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടപ്പോൾ തബൂക്കിലേക്ക് ആ ജയ്ഷുൽ ഉസ്റ ഞെരുക്കമുള്ള ആ സംഘത്തിന്റെ കൂടെ പുറപ്പെടാതിരിക്കാൻ ചിലർ ചില മിടുക്ക് കാണിച്ചല്ലോ. അതിനെ അല്ലാഹു ആക്ഷേപിക്കുകയാണ് ഇവിടെ. അതാണ് മാക്കാനലി അഹ്ലിൽ മദീനത്തി, മദീനക്കാർക്ക് പറ്റിയതല്ല. ഒമൻ ഹൗലഹും മിനൽ അഅറാബ്, അവരുടെ ചുറ്റുഭാഗത്തുള്ള ഗ്രാമീണർക്കും പറ്റിയതല്ല. അയ്യതഖല്ലഫു അർ റസൂലില്ല, അല്ലാഹുവിന്റെ ദൂതരെ തൊട്ട് അവർ പിന്തൽ അവർക്ക് പറ്റിയതല്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? യുആതിബു തആല അൽ മുതഖല്ലിഫീന അർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തിയവരെ അല്ലാഹു ആക്ഷേപിക്കുകയാണ്. മിൻ അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹാ മിൻ അഹ്യാഇൽ അറബ്, മദീനക്കാരും അതേപോലെ തന്നെ ചുറ്റുഭാഗത്തുള്ള മറ്റ് അറബി ഗോത്രങ്ങളും, ആ ഗോത്രങ്ങളിലുള്ള ആളുകൾ യുദ്ധത്തിന് പോകാതെ പിന്തിയവരെ അല്ലാഹു ആക്ഷേപിക്കുകയാണ്. നിങ്ങളെ ചെയ്തത് ശരിയായില്ല, യുദ്ധത്തിൽ നിങ്ങൾ പോകാത്തത്, റസൂലുള്ളാഹിന്റെ കൂടെ പോകാത്തത് ശരിയായില്ല. അതോടൊപ്പം തന്നെ വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, അവരുടെ ശരീരത്തെ സംബന്ധിച്ചുള്ള അവരുടെ ആഗ്രഹം നബിതങ്ങളുടെ ശരീരത്തെ വിട്ടുകൊണ്ട് അവർ ആഗ്രഹിച്ചതും ശരിയായില്ല. റസൂലുള്ളാഹി യുദ്ധത്തിന് പോയിരിക്കുകയാണ്, നബിതങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷമങ്ങളും സഹിക്കുകയാണ്. ആ സമയത്ത് ഈ വിഷമങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സ്വസ്ഥമായി വീട്ടിലിരുന്ന് ഒരു ടീം സുഖിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിയുടെ ശരീരത്തെക്കാളും അവർക്ക് പ്രാധാന്യം അവരുടെ ശരീരത്തോടായില്ലേ? അങ്ങനെ അവരുടെ സേഫ്റ്റിയും സുരക്ഷിതത്വവും അവർ ആഗ്രഹിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? ഒരു വിശ്വാസി അവനേക്കാളേറെ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തന്റെ സ്വന്തം ശരീരത്തെക്കാളും അവന് താൽപര്യവും ഇഷ്ടവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാകുന്നതുവരെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതാ പറഞ്ഞത് വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ താൽപര്യം നബിതങ്ങളുടെ ശരീരത്തെക്കാൾ അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള താൽപര്യം അവർക്കുണ്ടാകുന്നതും അവർക്ക് പറ്റിയ പണിയല്ല. മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ത്യാഗം സഹിക്കാനും പ്രയാസം ഉൾക്കൊള്ളാനും അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുമൊക്കെ അവർ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം ഏതു സമയത്തും. അതുകൊണ്ട് അവർ യുദ്ധത്തിന് പോകാതെ താമസിച്ചതും പിന്തിയതും ശരിയായിട്ടില്ല. അവരുടെ സ്വന്തം സേഫ്റ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അവർ മുൻതൂക്കം നൽകിയതും ശരിയായിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു. ആക്ഷേപിക്കാൻ കാരണം എന്താ? അവരുടെ ഒരു വലിയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത് എന്നുണർത്താനാണ്. അതാണ് ദാലിക. എന്താണ് പറയുന്നത്? അവരെ അല്ലാഹു തആല അവർക്കത് പറ്റിയതല്ല എന്ന് പറയാൻ കാരണം എന്താ? ബിഅന്നഹും ലാ യുസീബുഹും ലമഉൻ, അവർക്ക് ദാഹം അവരെ ബാധിക്കുകയില്ല. വലാ നസബുൻ, അതുപോലെ തന്നെ ക്ഷീണവും അവരെ ബാധിക്കുകയില്ല. വലാ മഖ്മസത്തുൻ, അതുപോലെ തന്നെ വിശപ്പും അവരെ ബാധിക്കുകയില്ല. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് ആ യുദ്ധത്തിന് പുറപ്പെട്ട കാരണത്താൽ അവർക്ക് ദാഹം വരുന്നു, അല്ലെങ്കിൽ ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ വിശപ്പ് വരുന്നു. അങ്ങനെ വന്നാൽ അതേപോലെ വലാ യതഊന മൗതിഅൻ യഗീലുൽ കുഫാർ, നിഷേധികളെ ഭയപ്പെടുത്തും വിധത്തിൽ അവരെ പ്രകോപിപ്പിക്കും വിധത്തിൽ അവരൊരു പ്രദേശത്ത് ചവിട്ടുകയും ചെയ്യുന്നില്ല. ഒരു പ്രദേശത്ത് അവർ ശത്രുവിനെ ഭയപ്പെടുത്തും വിധത്തിൽ, ശത്രുവിനെ പ്രകോപിപ്പിക്കും വിധത്തിൽ അവരൊരു പ്രദേശത്ത് ഇറങ്ങുക. യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് അവർ ചെല്ലുക. അങ്ങനെ അവർ ചെല്ലുന്നില്ല. വലാ യനാലൂന മിൻ അദുവ്വിൻ നൈല, അതുപോലെ ശത്രുവിന് അവർ ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നുമില്ല. ശത്രുവിനെതിരെ അവർ വിജയം വരിക്കുന്നു, ശത്രുവിനെ അവർ പരാജയത്തിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെയുള്ള സംഗതികളൊന്നും അവർ ചെയ്യുന്നില്ല. ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സാലിഹ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തുനിന്ന് അവർക്ക് സുകൃതം എഴുതപ്പെട്ടിട്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പുറപ്പെട്ടാൽ പുറപ്പെട്ടത് മുതൽ അവർ സഹിക്കുന്ന ദാഹം, അവർ സഹിക്കുന്ന ടെൻഷൻ, വിഷമം, അതുപോലെ ക്ഷീണം,
അവർ സഹിക്കുന്ന വിശപ്പ്, അതേപോലെ തന്നെ അവർ ഒരു പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ പ്രദേശത്തേക്ക് യുദ്ധത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ചെന്ന് ശത്രുവിന്റെ മനസ്സിൽ അവർ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ, അതേപോലെ തന്നെ ശത്രുവിനെതിരിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കുമ്പോൾ ആ സംഗതികൾ കാരണത്താൽ എല്ലാം അവർക്ക് സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പൊ ആ സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടുന്ന ഘട്ടത്തിൽ അതിന് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തലല്ലേ വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ ബാധ്യത? സന്ദർഭങ്ങളെ മുതലാക്കേണ്ടവനല്ലേ വിശ്വാസി? അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ഓരോ സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും അത് വർദ്ധിത വീര്യത്തോടുകൂടി അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ടതില്ലയോ? അവന്റെ ജീവിതത്തിൽ അത്തരമൊരു കാര്യത്തെക്കുറിച്ചുള്ള ഗൌരവതരമായ ചിന്ത അവന് വേണ്ടയോ? വേണമല്ലോ, അവനത് വേണം. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ സൌഭാഗ്യങ്ങളും കളഞ്ഞു കുളിക്കുകയാണ് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുന്നവർ ചെയ്തത്. സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സുവർണാവസരം അത് നഷ്ടപ്പെടുത്തുക എന്ന ബുദ്ധിമോശം ഒരിക്കലും തന്നെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ട വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നതിന് ചുരുക്കം. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരെ, നല്ല പ്രവർത്തനം നടത്തുന്നവരുടെ പ്രതിഫലം പാഴാക്കുന്നവനല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് സതുദ്ദേശത്തോടുകൂടി ഇവർ പുറപ്പെട്ടിരുന്നുവെങ്കിൽ, അങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവർ തരണം ചെയ്തിരുന്നുവെങ്കിൽ, ശത്രുവിന്റെ മനസ്സിലേക്ക് അസ്വസ്ഥത പടർത്താൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നുവെങ്കിൽ, ആ ശത്രുവിന് നേരെ അവരേതെങ്കിലും വിധത്തിലുള്ള ഇസ്ലാമിന്റെ യശസ്സുയർത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ അതുകൊണ്ടൊക്കെയും അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുമായിരുന്നുവല്ലോ. പക്ഷേ യുദ്ധത്തിൽ നിന്ന് പിന്തുകയും പോകാതിരിക്കുകയും ചെയ്യുക വഴി ആ സൌഭാഗ്യങ്ങളെല്ലാം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ യുൻഫിഖൂന നഫഖതൻ സഗീറതൻ വലാ കബീറ, അവർ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു ചെലവാക്കലും ചെലവാക്കുകയില്ല. ചെറിയ സംഖ്യ കൊടുത്തവരുണ്ടാവും അവരുടെ കൂട്ടത്തിൽ, വളരെ ചെറിയ തുച്ഛമായ പൈസ. അതേപോലെ തന്നെ വലിയ സംഖ്യ കൊടുത്തവരുണ്ടാകും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരിൽ നിന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാമല്ലോ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ആളുകൾ, അത് ചെറുതോ വലുതോ ആവട്ടെ, ആ ചെറുതോ വലുതോ ആയിട്ടുള്ള സംഭാവനകൾ അവർ നൽകുമ്പോൾ അവർ വലിയ പ്രതിഫലത്തിന് അർഹരാവുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയാണ്, വഖദ് ഹസല ലി അമീരിൽ മുഅ്മിനീന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി ഹല്ലും വാഫിർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഈ സൂക്തത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഹിതം, ഒരു സൌഭാഗ്യം ലഭ്യമായിട്ടുണ്ട്. അതായത് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു ധർമ്മം നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ ആ പ്രതിഫലം കിട്ടാൻ നല്ലൊരു യോഗ്യത മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേടി. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തായ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിന് സംഭാവനകൾ നൽകാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു. നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രസംഗത്തിൽ ഫഹസ്സാല ജയ്ഷിൽ ഉസ്റ, ഈ ഞെരുക്കമുള്ള ഈ സൈന്യത്തെ സഹായിക്കാൻ നബി തങ്ങൾ പ്രേരണ കൊടുത്തു. പ്രേരണ കൊടുത്തപ്പോൾ ഫഖാല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറയണത്? അലയ്യ മിഅതു ബഈരിൻ ബിഅഹ്ലാസിഹാ വഖതാബിഹാ, നബിയെ 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാനുള്ള ആയുധങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ ചെലവുകളും അതെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന്. 100 ഒട്ടകം കാശെത്രയായി നോക്കണം. അതിന് ചുമക്കാനുള്ള ആയുധങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ ചെലവുകളും എല്ലാം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. 100 ഒട്ടകവും അതുമായി ബന്ധപ്പെട്ട ചെലവുകളും അത് വലിയ സംഭാവനയാണ്. സുമ്മഹത്ത, പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് സംസാരിച്ചു. പിരിവിന്റെ കോലാണ് ഈ പറയണേ. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സംസാരിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, അലയ്യ മിഅത്തുൻ ഉഖറ, വേറൊരു 100 ഒട്ടകവും ഇതിന് ചുമക്കാനുള്ള ആയുധങ്ങളും അതിന്റെ മറ്റനുബന്ധ ചെലവുകളും ഞാൻ തരാം നബിയെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മിമ്പറിന്റെ ഒരു പടി താഴേക്കിറങ്ങിയിട്ട് വീണ്ടും പ്രചോദനം നൽകി സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, ഇതേപോലൊരു 100 കൂടി. കാരണം 300 ഒട്ടകവും ആ ഒട്ടകവുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ ചെലവുകളുമെല്ലാം ഞാൻ വഹിച്ചുകൊള്ളാമെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ബിയദിഹി ഹകദാ യുഹർരികുഹാ. കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ അത്ഭുതത്തോടുകൂടെ പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് ശേഷം ഇനി തന്റെ ജീവിതത്തിൽ എന്തു നടന്നാലും അള്ളാഹു അത് പുറത്തു കൊടുക്കാതിരിക്കില്ല എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുകയാണ്. അപ്പൊ നോക്കൂ, മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭാവനകൾ ചെയ്യാൻ കിട്ടിയ അവസരം അവർ ഉപയോഗപ്പെടുത്തി. അതിന് അള്ളാഹു തആല പ്രശംസിച്ചു പറയുകയാണ്. അതാണ് വലാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ കബീറ. ചെറുതോ വലുതോ ആയിട്ടുള്ള ധർമ്മങ്ങൾ അവർ ചെലവാക്കുകയില്ല. അതേപോലെ വലാ യഖ്തഊന വാദിയൻ, ഒരു താഴ്വരയും അവർ മുറിച്ചു കടക്കുകയുമില്ല. ഇല്ലാ കുതിബ ലഹും, അവർക്ക് എഴുതപ്പെട്ടിട്ടല്ലാതെ അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിന്റെ പ്രതിഫലം നിശ്ചയിക്കും. അവർ ചെറിയ സംഖ്യ കൊടുത്തവൻ അതിനനുസരിച്ചും വലിയ സംഖ്യ കൊടുത്തവർക്ക് അതിനനുസരിച്ചും അല്ലാഹു തആല പ്രതിഫലം നൽകാതിരിക്കില്ല. അതേപോലെ തന്നെ യുദ്ധാവശ്യത്തിനു വേണ്ടിയിട്ട് ഓരോ താഴ്വരകളും മുറിച്ചു കടക്കുമ്പോൾ ഓരോ കാൽപ്പാടുകളുടെ എണ്ണം കണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കാതിരിക്കില്ല. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടതിന് പ്രതിഫലം കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. എന്താണത്? മസ്ദാദ ഖൗമും മിൻ അഹ്ലിഹിം ഫീ സബീലില്ലാഹി ബുഅദാ ഇല്ലസ്ദാദു മിനല്ലാഹി ഖുർബാ. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിന് പുറപ്പെട്ടിട്ട് കുടുംബത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അകന്നകന്ന് പോകുമ്പോൾ അല്ലാഹുവിനോടുള്ള അടുപ്പം അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കൂ, ഒരു ഭാഗത്ത് നമുക്ക് നഷ്ടങ്ങളുടേതായിട്ടുള്ള ചരിത്രങ്ങളായിരിക്കും, കഥകളായിരിക്കും പറയാനുള്ളതെങ്കിൽ, മറ്റൊരു ഭാഗത്തൊരു വിശ്വാസിയുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകുകയാണ്. ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതായി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബിയും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. യുദ്ധത്തിന് പോകാൻ തടസ്സമുണ്ടായതുകൊണ്ട് പോകാത്ത ചില ആളുകൾ മദീനത്തുണ്ടായിരുന്നു. അവരെ കൂടി പ്രതിഫലത്തിന്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മദീനയിലുള്ള ചില ആളുകൾ നിങ്ങൾ ഓരോ കാൽപ്പാടുകൾ മുറിച്ചു വെക്കും, കാലടികൾ എടുത്തു വെക്കുമ്പോഴും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുകുമ്പോഴും അവർ മദീനയിലാണ് അവരുള്ളതെങ്കിലും ഇല്ലാ ശറക്കൂക്കും ഫിൽ അജ്ർ, അവരും പ്രതിഫലത്തിന് അർഹരാകാതിരിക്കുന്നില്ല. ഹബിസഹുമുൽ മറന്നു, രോഗമാണ് അവരെ തടഞ്ഞുവെച്ചത്. ചില റിപ്പോർട്ടുകളിൽ ഹബിസഹുമുൽ ഉസ്റു, യുദ്ധത്തിന് പുറപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാരണങ്ങളാണ് അവരെ തടഞ്ഞുവെച്ചത്. ആ കാരണമില്ലെങ്കിൽ അവർ വരുമായിരുന്നു. അപ്പൊ അവരുടെ മനസ്സ് നമ്മളോടൊപ്പമാണ്, ശരീരം മദീനത്താണെങ്കിലും അവർക്കും പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ പുറപ്പെട്ടു പോയവരുടെ പ്രതിഫലത്തെ പറ്റി പറയാനുണ്ടോ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും യുദ്ധത്തിന് പുറപ്പെടണമെന്നാണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞത്. സാമ്പത്തിക ചെലവും നടത്തണമെന്ന്, അതിനൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് ഉണർത്തി. ഇനി പറയുന്നത് വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, വിശ്വാസികൾ ഒന്നിച്ചു പുറപ്പെടുന്നത് അവർക്ക് പറ്റിയതല്ല. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ലെങ്കിൽ സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാവതല്ല. അതായത് കുറച്ചാളുകൾ മുത്തുനബിന്റെ കൂടെ എന്ത് ചെയ്യണം? മദീനത്ത് നിൽക്കണം. റസൂലുള്ള പോകാത്ത സമയത്ത് കുറച്ചാളുകൾ മദീനത്ത് യുദ്ധത്തിന് പോകാത്ത വിധത്തിൽ നിൽക്കണം. എന്താ കാരണം? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ, എന്നാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയി കൂടെ? ഒരു സംഘം യുദ്ധത്തിന് പുറപ്പെട്ടു പോവുക, എന്നിട്ടോ എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടാം. ലിയതഫഖഹു ഫിദ്ദീൻ, ബാക്കിയുള്ളവർക്ക് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടാം. അതോടൊപ്പം തന്നെ പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതിന് അങ്ങനെ അവർ ജാഗ്രതയുള്ളവരായി മാറാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാം. അത് അനിവാര്യമാണ് എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ് ഈ സൂക്തത്തിൽ.
അതായത് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഹാദാ ബയാനും മിനല്ലാഹി തആല ലമ്മാ അറാദ മിൻ നഫീരിൽ അഹ്യാഇ മഅ റസൂലി ഫീ ഗസ്വത്തി തബൂക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ എല്ലാവരും പുറപ്പെട്ടു പോകണമെന്ന് കഴിഞ്ഞ സൂക്തങ്ങളിൽ വിശദീകരിച്ചപ്പോ എല്ലാ വിഭാഗം ജനങ്ങളും പിന്നീട് യുദ്ധത്തിന് നബിതങ്ങളുടെ കൂടെ പുറപ്പെടുന്ന അവസ്ഥയായി. എന്നാൽ നബിതങ്ങൾ പോകാത്തപ്പോഴും യുദ്ധത്തിന് പോകണം എന്ന കണ്ടീഷനിലേക്ക് എല്ലാവരും എത്തുകയാണ്. അപ്പൊ നബിതങ്ങൾ മദീനത്ത് ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ നിയമത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാതിരിക്കുമ്പോൾ എല്ലാ മുസ്ലിമുകളും കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത്, മറിച്ച് കുറച്ച് ആൾക്കാരെ എവിടെ നിൽക്കണം, മദീനത്ത് നിൽക്കണം. എന്നിട്ട് ആ മദീനത്ത് നിൽക്കുന്ന ആളുകൾ നബിതങ്ങളിൽ നിന്ന് തങ്ങൾക്ക് വഹി ഇറങ്ങുന്നതും അതേപോലെ തന്നെ തങ്ങളുടെ മതപരമായിട്ടുള്ള ക്ലാസുകളും എല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ മതം പഠിച്ചുകൊണ്ട് അവർ മദീനത്ത് നിലകൊണ്ട് അതിനുശേഷം യുദ്ധത്തിന് പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ ഈ ഇപ്പൊ മതം പഠിച്ചിട്ടുള്ള ആളുകൾ ഇവര് പഠിച്ച കാര്യങ്ങളൊക്കെ ആ യുദ്ധത്തിന് പോയ സംഘത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ എന്തായി, എല്ലാ സംഗതികളും ക്ലിയറായി നടക്കുന്ന സാഹചര്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് വഹയി മുഖേന നൽകുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ അതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അത് മുഴുവനും ഒപ്പിയെടുക്കാൻ ഇവിടെ നിൽക്കുന്ന ആളുകൾ ശ്രമിക്കുക. യുദ്ധത്തിന് പോയവർ തിരിച്ചു വരുമ്പോൾ അവരെന്തു ചെയ്യുക, ആ തിരിച്ചു വരുന്ന ആളുകൾക്ക് ഇവിടെ പഠിച്ച ആളുകൾ ഈ സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ദീനിന്റേതായിട്ടുള്ള എല്ലാ നിയമങ്ങളും മനസ്സിലാക്കി എല്ലാവർക്കും ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകും. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക മേഖലയിലുള്ള നമ്മുടെ സജീവതക്ക് ഈ ആയത്ത് വലിയ പ്രചോദനമാണ് നൽകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ദീനിന്റെ നിയമങ്ങൾ പഠിക്കണം. അത് പഠിക്കാൻ ആളില്ലാതെ എല്ലാവരും വേറെ ഏതെങ്കിലും മേഖലകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൂടാ. കുറച്ചാളുകൾ എന്തായാലും മതം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ് എന്നാണ് ഈ സൂക്തം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും മഹത്വം ഈ ഇൽമു പഠിക്കുന്നതിനുണ്ട് എന്ന അർത്ഥത്തിൽ സംസാരിച്ചത് മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല ശാഫിഈ തലബുൽ ഇൽമി അഫ്ളലു മിൻ സലാത്തിൻ നാഫില. സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഇൽമു പഠിക്കൽ. കാരണം വിജ്ഞാനത്തിന്റേതായിട്ടുള്ള സജീവതയ്ക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുന്നത് മതത്തെ ജീവസുറ്റതാക്കി നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് മതപഠനത്തിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.